സാലി, ഇനി പ്രധാനപ്പെട്ട നേതാക്കളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. വീരവണക്കവുമായി എത്തിയ നേതാക്കൾ, കെ ബാലകൃഷ്ണൻ, ജി രാമകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് അവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നേതാക്കൾക്ക് ഈ തടഞ്ഞു നിർത്താൻ കഴിയുന്നതല്ല ഈ ജനത്തിൻ്റെ ഈ സ്നേഹ വായ്പ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും നേരത്തെ സാലി പറഞ്ഞതുപോലെ തന്നെ ഈ കൃഷ്ണപിള്ള സ്മാരകത്തിന് പുറത്ത് ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതിനും അപ്പുറം അനേകായിരങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അവിടെയെല്ലാം നല്ല പെരുമഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ മഴ നനഞ്ഞുകൊണ്ട് VS-നെ അവർ കാത്തു നിൽക്കുകയാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ. ഏതൊക്കെ നേതാക്കളാണ് ഇനി, ഏതെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഇനി എത്തിച്ചേരാൻ ഉണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അതായത് തൊഴിൽ നിന്നൊക്കെയുള്ള പാർട്ടി നേതാക്കൾ പലരും ഇവിടെ എത്തി. ഈ രാവിലെ തന്നെ വീട്ടിലും മറ്റും എത്തിയിരുന്നു. അവർ അല്പം മുമ്പ് കുറെ നേതാക്കൾ ഇവിടെയും കണ്ടു. തെലങ്കാന സംസ്ഥാനത്തു നിന്നുള്ള കർഷക സംഘടനകളുടെ ചില നേതാക്കൾ, VS-നൊപ്പം ഒക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഒക്കെ ആയിരുന്നു അവർ ഒക്കെ അവർക്ക് കാണാനുള്ള അവസരം ഇവിടെ പാർട്ടി നേതൃത്വം തുടക്കത്തിൽ തന്നെ ഒരുക്കി നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒട്ടേറെ പേർ VS-നെ അവസാനമായി കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുമായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന. ശരി സാലി, ഇപ്പോൾ നമുക്ക് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം കാണാൻ കഴിയുന്നുണ്ട്. മഴ നനഞ്ഞും കുടചൂടിയും അനേകായിരങ്ങൾ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. VS-നെ കാണാൻ ഇന്നലെ രാത്രി മിനിഞ്ഞാന്ന് തന്നെ എത്തിച്ചേർന്നവരുണ്ട്. പാലക്കാട് നിന്ന് എത്തിയവരുണ്ട്, വയനാട് നിന്ന് എത്തിയവരുണ്ട്, മലപ്പുറത്ത് നിന്ന് എത്തിയവരുണ്ട്. അവർക്കെല്ലാം VS-നെ ഒന്ന് കണ്ടാൽ മതി, കണ്ടിട്ട് പോയാൽ മതി എന്ന മനോഭാവത്തോടെ നിൽക്കുന്നവരാണ്. VS കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നിങ്ങളുടെ പ്രവർത്തന പരിചയത്തെക്കുറിച്ച്, നിങ്ങൾ നടത്തിയ വിപ്ലവ പോരാട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചായിരുന്നു. ഒരുപക്ഷെ പിൽക്കാല തലമുറയ്ക്ക്, ഇനി വരും തലമുറയ്ക്ക് കൂടി നിങ്ങളുടെ ഈ മരണം പോലും വലിയൊരു രാഷ്ട്രീയ പാഠമായി മാറുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. VS, നിങ്ങളുടെ മരണം പോലും നിങ്ങൾ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാക്കിയാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. നിങ്ങൾ 17-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി മാറുന്നത് മുതൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി മാറിയത് മുതൽ പിന്നീട് ഇങ്ങോട്ട് ഈ 102-ാം വയസ്സിൽ മരിക്കുന്നത് വരെയുള്ള നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രമാണ്, കേരളം നടന്നു കയറിയ ചരിത്രമാണ്, അനാചാരങ്ങളെ വെല്ലുവിളിച്ച് നീക്കിക്കൊണ്ടുവന്ന ചരിത്രമാണ്, അനീതികളെ നേരിട്ട് കൊണ്ടുവന്ന ചരിത്രമാണ്. ഏത് പരിസ്ഥിതിയെ കൊല്ലുന്നവർക്കെതിരെ, പരിസ്ഥിതിയെ നശിപ്പിക്കുന്നവർക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിൻ്റെ ചരിത്രമാണ്. പാർലമെന്റിനെ പോലും നിയമസഭയെ പോലും പോരാട്ട വേദിയാക്കാമെന്ന് പഠിപ്പിച്ചതിൻ്റെ ചരിത്രമാണ്. അങ്ങനെ നിങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലാകെ മാധ്യമങ്ങൾ പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രമാണ്. കേരളത്തിൻ്റെ ചരിത്രം VS-ൻ നിങ്ങളുടെ ചരിത്രമാണ്. നിങ്ങളുണ്ടാക്കി തീർത്ത, നിങ്ങളും കൂടെ ഉണ്ടായിരുന്ന സമരസഖാക്കളും നേടിയെടുത്ത ഈ നേട്ടങ്ങളിലൂടെയാണ് ഈ കേരളം, ഈ 3.5 കോടി പുതിയ മലയാളികൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഓർത്ത്, നിങ്ങൾക്ക് വേണ്ടി ഒരു 5 വയസ്സുകാരൻ വഴിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചുവെങ്കിൽ, കണ്ണേ കരളെ VS എന്ന് പറഞ്ഞുവെങ്കിൽ ഉറപ്പിക്കാം, VS നിങ്ങൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല. നിങ്ങൾ അനേകായിരം കമ്മ്യൂണിസ്റ്റുകളെ തന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന മഹാനായ വിപ്ലവകാരിയാണ്. ലോകം കണ്ട മഹാന്മാരായ വിപ്ലവകാരികളുണ്ട്. കാൾ മാർക്സ്, ഏംഗൽസ്, ചെഗുവേര, ലെനിൻ, അതോടൊപ്പം തന്നെ സ്റ്റാലിൻ, അങ്ങനെയുള്ള ആ മഹാരഥന്മാരുടെ പട്ടികയിലേക്ക് തന്നെയാണ് ഒരു സംശയമില്ല VS. കേരളത്തിൻ്റെ, ഈ കൊച്ചു കേരളത്തിൻ്റെ 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നതിന് മുൻപ് തന്നെ, സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് തന്നെ തിരുവിതാംകൂർ നാട്ടുരാജ്യമായിരുന്ന ആ കാലഘട്ടത്തിൽ നിങ്ങൾ തുടങ്ങിയതാണ് ഈ നാടിനെ മാറ്റിമറിക്കാനുള്ള വിപ്ലവ പ്രവർത്തനം. അതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇന്ന് കാണുന്ന ഈ പുരോഗമന കേരളം. അതുകൊണ്ട് തന്നെയാണ് ഓരോ പിഞ്ചുകുഞ്ഞും, ഓരോ വൃദ്ധനും, ഓരോ വനിതയും വഴിയോരങ്ങളിൽ നിന്ന് ഉച്ചത്തിൽ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇല്ല, VS മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന്.